നമസ്കാരം. നമസ്തേ. ലോകം മൊത്തം ഇപ്പം പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പം ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വാർഫെയറുകൾ യൂസ് ചെയ്യുന്നു. അതിലിപ്പം ഈ പറഞ്ഞ പോലെ സ്പൂഫിംഗ് ആയാലും പല കാര്യങ്ങളും അവരുടെ സാധനത്തിൽ ഹാക്കിങ്ങിനും അതേപോലെ ജാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അപ്പോഴും മനുഷ്യന്മാർ തന്നെയാണ്. ഇപ്പം അതിൽ നിന്നെല്ലാം മാറുന്ന ഒരു സമ്പ്രദായം നടക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും പുതുതായിട്ട് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കോഗ്നിറ്റീവ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇന്ത്യ കൊണ്ടുവരുന്നു എന്നുള്ള തരത്തിലോട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് വലിയ തരത്തിലുള്ള സംശയം ആൾക്കാർക്കിടയിൽ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു സംവിധാനം എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം. മാത്രമല്ല അതും ഇതും എത്തരത്തിലാണ് വേർപെട്ടിരിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്നുള്ളതൊക്കെ. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇലക്ട്രോണിക് വാർഫെയർ ആണ് ആധുനിക യുദ്ധങ്ങളിൽ ഇപ്പോ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിലെ ഒരു പ്രധാന ഘടകം. യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും അതുപോലെ തന്നെ ടാങ്കുകളെയും ഒക്കെ നിഷ്പ്രഭമാക്കാൻ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾക്ക് പറ്റും. ഇലക്ട്രോണിക് വാർഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമായിട്ടും ഈ ഞാനീ പറഞ്ഞ ആധുനിക യാനങ്ങൾ, അതായത് ടാങ്ക് ആകട്ടെ, യുദ്ധവിമാനമാകട്ടെ, അതല്ലെങ്കിൽ ഡ്രോൺ ആകട്ടെ, ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ തകർക്കുക ഒന്നാമത്തേത്. അടുത്തത് ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റത്തെയും അതുപോലെ തന്നെ ഗൈഡൻസ് സിസ്റ്റത്തെയും തകർക്കുക, അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുക. അപ്പൊ ഇതാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വാർഫെയറിൽ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് നിങ്ങൾ ഒരു സൈനികനാണെന്ന് തന്നെ ഇരിക്കട്ടെ, സാധാരണ ഇൻഫാൻട്രി. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റിൽ നിങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓർഡർ ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ നീങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ സ്വന്തമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല, ശത്രുവിന്റെ ടെറിട്ടറിയാണ്. എവിടെയൊക്കെയാണ് ശത്രു ഒളിഞ്ഞിരിക്കുന്നത്, മൈൻ പാകിയിരിക്കുന്നത്, ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗൈഡൻസും കിട്ടുന്നില്ല. നിങ്ങൾ യു വിൽ ബിക്കം എ സിറ്റിംഗ് ഡക്ക്. അതായത് നിങ്ങൾ ഈസിയാണ്, ഒരു ഒരു നിസ്സഹായനായ ഇരയായിട്ട് നിങ്ങൾ മാറുകയാണ്. അതാണ് ഒരു കുഴപ്പം. പിന്നെ മിസൈലുകളെ ഒക്കെ തന്നെ ഈ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കും. ഇപ്പൊ GPS, അതുപോലെ GNSS, അത് ഡിലേ ചെയ്യുന്ന ഒരു സാഹചര്യം. നാവിഗേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിലേ ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ആ മിസൈലിന് അല്ലെങ്കിൽ ഡ്രോണിന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വേറെ എവിടോട്ടെങ്കിലും പോകും. ഇപ്പോ വൈറ്റിലയിലോട്ട് പോകേണ്ട ഒരു മിസൈൽ നേരെ ആലുവയിലേക്ക് പോകും. ചിലപ്പം വിക്ഷേപിച്ച സ്വന്തം രാജ്യത്തിലെ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് തന്നെ അത് തിരിച്ചു പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ അത് തന്നെയാണ് ഈ ഗൈഡൻസ് സിസ്റ്റം. ടാർഗറ്റിന്റെ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് മിസൈലിലും അതുപോലെ ഡ്രോണിലും ഒക്കെ ഫീഡ് ചെയ്തിരിക്കുകയാണ്. ആ കോർഡിനേറ്റ്സിലേക്കാണ്, അതായത് ഇത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതിന്റെ പൊസിഷൻ, ആ പൊസിഷനിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആ പൊസിഷൻ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലോ, റഡാറുകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ, സീക്കറുകൾക്ക് വഴിതെറ്റുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? ഈ മൊത്തം സംവിധാനം തകർന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് മിസൈലിനെ അല്ലെങ്കിൽ ഡ്രോണിനെ എത്തിക്കുന്നതാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ. ഇലക്ട്രോണിക് വാർഫെയർ പരമ്പരാഗതമായിട്ട് അത് ഇപ്പോഴുള്ള ലെഗസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം, അതില് പ്രീ പ്രോഗ്രാംഡ് ത്രെട്ട് ലൈബ്രറിയും, അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കും. അപ്പൊ ആ രീതിയിലായിരിക്കും ഈ ഇലക്ട്രോണിക് ജാമിങ് സിസ്റ്റം. ഇപ്പം ഏതൊക്കെ ഫ്രീക്വൻസിയാണ് ജാം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതിനെ കൂടുതൽ നോയ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനെ വഴിതെറ്റിക്കേണ്ടത്, എങ്ങനെയാണ് ഗൈഡൻസ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് പിന്നെ നിശ്ചലമാക്കേണ്ടത്, ഇതൊക്കെ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ആ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനത്തിൽ കൗണ്ടർ ഫ്രീക്വൻസികൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും, ഫീഡ് ചെയ്തിരിക്കും. പക്ഷേ ആധുനിക മിസൈലുകൾക്ക് ഇതിനെ മറികടക്കാൻ ഒരു സംവിധാനം. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക, ഇപ്പോഴത്തെ മിസൈലുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡ്രോണുകളൊന്നും ആ ഒരു ഒറ്റ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്, ഒരു ബാൻഡാണ്. അതായത് നിരവധി, ഇപ്പൊ ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് വേറൊരു ഫ്രീക്വൻസിയിലോട്ട് ഇത് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്നാണ് അതിന് പറയുന്ന പേര്. ഇപ്പം 460 മെഗാഹെർട്സിൽ അതിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയിലാണ്, ഞാൻ ചുമ്മാ ഒരു ഒരു ഫ്രീക്വൻസി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്.
അപ്പോൾ അതല്ല, അത് അടുത്ത വേറൊരു ഫ്രീക്വൻസിയിലോട്ട് മാറും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പം ഇത് ഈ ഞാനീ പറഞ്ഞ ഇലക്ട്രോണിക് വാർഫെയർ, ജാമിങ്, സ്പൂഫിങ് നടക്കത്തില്ല. പക്ഷേ ഈ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച കോഗ്നിറ്റീവ് വാർഫെയർ സിസ്റ്റം എന്ന സംവിധാനം, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. കോഗ്നിഷൻ ഇംഗ്ലീഷിൽ ഒരു വാക്കാണ്. മനസ്സിലാക്കുക, അത് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുക. ഇവിടെ മനുഷ്യബുദ്ധിക്ക് പകരം ഈ കോഗ്നിറ്റീവ് വാർഫെയർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ശരിക്കും മെഷീൻ ലേണിങ്ങും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാണ്. ഇതിന്റെ സഹായത്തോടു കൂടി സിറ്റുവേഷണൽ അവയർനെസ് ഇത്തരം ഉപകരണങ്ങൾക്കുണ്ടാവും. ഈ കോഗ്നിറ്റീവ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിൽ പഴയതിന് ആ സിറ്റുവേഷണൽ അവയർനെസ് ഇല്ല. അതിൽ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി ഒക്കെ അത് തടയും എന്നുള്ളത്. ഇതല്ല, ശത്രു ഏത് ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് വാച്ച് ചെയ്ത് ഇത് മനസ്സിലാക്കും, ആ ഫ്രീക്വൻസി തടയും. അതായത് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് വേറൊരു ഫ്രീക്വൻസിയിൽ മാറ്റി ഇതിന്റെ മുമ്പിൽ രക്ഷയൊന്നുമില്ല. വളരെ കൃത്യമാണ്. അപ്പോ സിറ്റുവേഷണൽ അവയർനെസ്, ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ സമയത്ത് ശത്രുവിന്റെ ഡ്രോണോ അതല്ലെങ്കിൽ മിസൈലോ ഏത് രീതിയിൽ ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്, അതിനെ ജാം ചെയ്യാൻ ഇതിന് പറ്റും. അതായത് അതൊക്കെ മനസ്സിലാക്കിയെടുക്കും. അഡാപ്റ്റീവ് വാർഫെയർ സിസ്റ്റം ആണിത്. ഈ അഡാപ്റ്റീവ് ഈ കരയും കടലും പോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വിവിധ റേഡിയോ ഫ്രീക്വൻസികളെ ഒക്കെ നിയന്ത്രിക്കുക, എൻ്റെ സ്പെക്ട്രം നമ്മുടെ നിയന്ത്രണത്തിലാക്കുക. ഏതൊക്കെ സ്പെക്ട്രത്തിലാണ് ഏതൊക്കെ ഫ്രീക്വൻസിയാണ്, അതെല്ലാം തന്നെ നമ്മൾ ആ ഫ്രീക്വൻസി ക്ലിയർ അല്ലാതാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനം ഇത് സ്വന്തമായിട്ട് ഓട്ടോണമസ് ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഐഡന്റിഫൈ എമർജിങ് ത്രെഡ്, ഈ ഉണ്ടാകാൻ പോകുന്ന ഭീഷണികളെ അത് കൃത്യമായിട്ട് വിശകലനം ചെയ്യും. എന്നിട്ട് റിയൽ ടൈം കൗണ്ടർ മെഷേഴ്സ്, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതായത് അപ്പോഴപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്, അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് ചെയ്യും. ഏതാണ്ട് മനുഷ്യബുദ്ധി പോലാണ്. നമ്മളോടിപ്പം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങൾ കൊച്ചിയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്, പക്ഷെ ആ വഴി ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ അടുത്ത വഴി സ്വീകരിക്കും. അതാണ് മനുഷ്യബുദ്ധി. പക്ഷേ ഈ പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു ഡ്രോണിന് ആ ബുദ്ധിയില്ല. അത് ആ വഴി തന്നെ പോകും. ആ വഴിയിൽ തടസ്സം ഉണ്ടെങ്കിൽ അത് അവിടെ തകർന്നു വീഴും. പക്ഷേ ഇത്തരം അഡാപ്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾക്ക് അതിന് മനുഷ്യബുദ്ധി പോലെ തന്നെ അത് പ്രവർത്തിക്കും. അപ്പൊ യുദ്ധം എത്രമാത്രം സാങ്കേതിക ലോകത്തേക്ക് മാറുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇതെല്ലാം. അത് മാത്രമല്ല, ഇത് ഇപ്പോ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് സ്ഥാപിക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് റെസിലിയന്റ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. അതുപോലെ ഇത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, ഗ്രിഡ്. എന്നിട്ട് ഇതിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും ഈ സംവിധാനത്തിനും ലഭിക്കും. അപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും ഉപയോഗിച്ച് അതീവ കൃത്യതയോടുകൂടി സിറ്റുവേഷനിൽ അവയർനെസ് ഉണ്ടാക്കിയിട്ട് ഇത് പ്രൊഡിക്റ്റ് ചെയ്യാനും തുടങ്ങും. അതായത് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ഇപ്പൊ നമ്മുടെ നേർക്കൊരു വണ്ടി വന്നാൽ ആ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പം പ്രവചനം എന്ന് പറയുമ്പോൾ ജ്യോതിഷം പഠിക്കണമെന്നില്ല. ആ രീതിയിലല്ല പ്രവചനം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വാഹനം റോഡിൽ കൂടി പോകുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം ആ വാഹനം കൃത്യമായിട്ടാണോ പോകുന്നത്. നേരെ മറിച്ച് അത് ഓടിച്ചിരിക്കുന്ന ആൾ വെള്ളം അടിക്കുവാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടിച്ചും ഒക്കെ ആയിരിക്കും പോകുന്നത്. അത് കാണുമ്പോഴേ അറിയാം ഇവിടെ നിന്നാൽ അപകടമാണ്. നമ്മൾ റോഡിൽ നിൽക്കുകയാണെങ്കിൽ, സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടെങ്കിലും മാറിപ്പോകും. കാരണം ഈ വരുന്നത് അത്ര ശരിയല്ല. ഈ വണ്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതാണ് പ്രൊഡിക്റ്റീവ് കപ്പാസിറ്റി. ആ പ്രൊഡിക്റ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു സംവിധാനമാണ് ഈ കോഗ്നിറ്റീവ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. അപ്പോ ചുരുക്കി പറഞ്ഞാല് മനുഷ്യനോട് വളരെ അടുത്ത് നിൽക്കുക. അതുപോലെ ഈ ജാമിങ്, സ്പൂഫിംഗ് ഒക്കെ നടത്തുന്നത് ഒരു തവണ ഇഫക്റ്റീവ് ആയില്ലെങ്കിൽ വീണ്ടും അത് മറ്റു രീതിയിൽ ചെയ്യാൻ നോക്കും. അതായത് അത് ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ പ്രവർത്തനങ്ങൾ ഓരോ നിമിഷവും സിറ്റുവേഷണൽ അവയർനെസിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിക്കൊണ്ടിരിക്കും.
സ്വയം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്ര വളരെ നിർണായകമായ ഒരു സംവിധാനമായിട്ടാണ് ഇപ്പോൾ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പല സംവിധാനങ്ങളുമായിട്ടും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മെച്ചം. അത് കാരണം ഈ ഇത്തരം ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അത് നടത്തുന്ന പ്രൊഡിക്ഷൻ മറ്റ് നെറ്റ്വർക്കുകൾക്കും കിട്ടുകയാണ്. അപ്പൊ ആ നെറ്റ്വർക്കുകൾ ഈ ഒരു ഡ്രോൺ വരുന്നു എന്നുള്ള ഒരു സൂചന കിട്ടുമ്പോൾ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം മാത്രമല്ല, കൈനറ്റിക് കിൽ എന്ന് പറയുന്ന അതിനെ നേരിട്ട് ടാർഗറ്റിനെ ചെന്ന് മുട്ടി നശിപ്പിക്കുന്ന സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാകും. അതും പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇത് ഈ പറയുന്ന അതിന്റെ ഫ്രീക്വൻസി ജാമിങ്ങിനെ അതിനെയൊക്കെ അതിജീവിച്ചാലും മറ്റൊരു മിസൈൽ വന്നിട്ട്, ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ വന്നിട്ട് ഇതിനെ ഇടിച്ച് നശിപ്പിക്കും. അപ്പം വിവിധ ഡൊമൈനുകളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി, അത് സീംലെസ് എന്നാണ് അവരിപ്പോ എല്ലാത്തിലും ഈ സീംലെസ്, അന്തമില്ലാതെ ഏത് അറ്റം വരെയും, അത് ഈ മാർക്കറ്റിങ്ങിലും മിലിറ്ററിയിലും ഒക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സീംലെസ് ഇന്റഗ്രേഷൻ എന്ന് പറയും. അതായത് ഏത് പരിധി വരെ വേണമെങ്കിലും ഇത് സംയോജിപ്പിക്കാൻ പറ്റും. ഇന്റലിജൻസ് ഒരു സെക്ടറിൽ നിന്നും വേറൊരു സെക്ടറിലേക്ക് തന്നെ പെട്ടെന്ന് ഇത് ശ്രദ്ധ മാറ്റുകയൊക്കെ ചെയ്യും. എന്തായാലും ശരി, ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല എയർപോർട്ടുകൾക്ക് നേരെയും ഏതാണ്ട് 400-ലധികം തവണ ഇലക്ട്രോണിക് അറ്റാക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്നിരുന്നു. ഇത് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പുറത്തു വന്ന ഔദ്യോഗിക രേഖയാണ്. ഇതിൽ 99% നമ്മൾ അതിജീവിച്ചു. പക്ഷെ ബാക്കി എന്ത് സംഭവിച്ചുവെന്ന് പൊതു ഇടത്തിൽ അതിന്റെ വിവരം ലഭ്യമല്ല. അപ്പൊ ഒരുപക്ഷെ അഹമ്മദാബാദ് വ്യോമ അപകടം പോലും ഇതാണോ, അല്ലെങ്കിൽ ഇപ്പൊ നിരന്തരമായിട്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് നമ്മുടെ വിമാനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. നമുക്ക് അത് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാം. ഇതെല്ലാം തന്നെ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നിശ്ചയമായിട്ടും ഇതൊരു ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ചൈന, മറ്റാർക്കും ഇതിനുള്ള ശേഷിയില്ല, ചൈന നടത്തുന്ന ആക്രമണങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ അവരെ ആക്രമിക്കുന്നു. അപ്പൊ ഇതൊരു ദൈനംദിന സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇതായിരിക്കും, ഇലക്ട്രോണിക് വാർഫെയർ ആയിരിക്കും ഏറ്റവും മാരകമായ യുദ്ധതന്ത്രം. കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും നമുക്ക് പൊതുവിടത്ത് കൂടുതൽ വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ചർച്ചകളിലും കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. നമസ്കാരം. നമസ്കാരം.